കോതമംഗലം മൂന്നുകൽ കൊലപാതകത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. കൊല്ലപ്പെട്ട ശാന്തയുടെ ഫോൺ രേഖകൾ പരിശോധിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചെന്ന് പറഞ്ഞ പോലീസ് മറ്റ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ശാന്തയുടെ ആഭരണങ്ങൾ തട്ടിയെടുക്കാൻ നടത്തിയ കൊലപാതകം എന്നാണ് പോലീസ് കരുതുന്നത്. ലാൽ കൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി തൊടുപുഴയിൽ ചേരുന്നുണ്ട്. ലാൽ, ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം എന്താണ് ലാൽ? ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള പോലീസിന്റെ അനുമാനം എന്ന് പറയുന്നത് മോഷണത്തിന് വേണ്ടിയിട്ടുള്ളത് എന്ന് തന്നെയാണ്. സാധാരണഗതിയിൽ പോലും പുറത്തു പോകുമ്പോൾ ശാന്ത 12 പവനോളം സ്വർണവും ധരിച്ചുകൊണ്ടാണ് പോകാറുള്ളത്. ആശുപത്രിയിലേക്കാണെങ്കിൽ പോലും അങ്ങനെ പോകാറുണ്ട് എന്ന് മക്കൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബോഡി കണ്ടെത്തിയ സമയത്ത്, മൃതദേഹം കണ്ടെത്തിയ സമയത്ത് സ്വർണ്ണാഭരണങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ മോഷണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് പോലീസ് എത്തിയിരിക്കുന്ന അനുമാനം. പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്, പ്രതിയിലേക്ക് അടുത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പോലീസ് കൈമാറിയിട്ടില്ല. പ്രധാനമായിട്ടും അത് പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കും, അല്ലെങ്കിൽ ആ വിവരം പ്രതിക്ക് ചോർന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ കേസുമായി ബന്ധപ്പെട്ട് നിർണായക ഘട്ടത്തിലാണ് എന്നൊരു കാര്യം കൂടി പ്രത്യേക അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് പുറമെ പെരുമ്പാവൂർ ACP കൂടി അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസിൽ ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിയുമായി അടുത്ത ബന്ധമുള്ള ആളുകളെ അടക്കം നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞു എന്നൊരു കാര്യം കൂടി അറിയുന്നുണ്ട്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ, അതായത് ഇന്നോ നാളെയോ ആയി തന്നെ പ്രതി പിടിയിലാകും എന്നുള്ളതാണ് നിലവിൽ നൽകുന്ന വിവരം. ശരി, ശാന്തയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.